ഹായ് ഗായ്സ്, സൗമ്യജി വീണ്ടും എന്നെ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗബ്രി ചേട്ടൻ്റെ സിസ്റ്ററുടെ കല്യാണമാണ് ഇന്ന് വൈകുന്നേരമാണ് കേട്ടോ. ഈവനിങ് ആണേ പരിപാടി. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൗമ്യജി കുറച്ച് സീരിയസ് ആണ് ഗൈസ് ഇന്ന്, അത് കാരണം ചിരിക്കില്ല. അല്ലേ സൗമ്യജി? കണ്ടോ, സൗമ്യജി എല്ലാവരെ കൊണ്ടും പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കൊല്ലും. വീഡിയോയില് സൗമ്യ പണിയെടുപ്പിക്കുകയാണല്ലേ എന്ന് ഇല്ല കേട്ടോ ഗൈസ്. പാവം സൗമ്യജി കണ്ടില്ലേ, എക്കോ വരുന്നുണ്ടല്ലോ അവിടെ നിന്ന്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് മുടിയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഡ്രസ്സ് തന്നത് നമ്മുടെ അനീഷേട്ടനാണ് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ അനീഷേട്ടനോട് പറഞ്ഞു, അനീഷേട്ടൻ എന്ത് ഡ്രസ്സായിരുന്നു, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭയങ്കര സൗമ്യജി നല്ല ഡ്രസ്സാണ്. വിചാരിച്ചു അതെ ഡ്രസ്സായി പോയി, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എന്തായാലും നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലുക്ക് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് തന്നെ എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇതാ കണ്ടെങ്കിൽ തന്നെ കാണാൻ ലുക്കായിട്ടില്ലേ, ഞാൻ തന്നെ പറയുന്നത്. സൗമ്യച്ചോടെ ഹെയർ കട്ട് ആയിട്ട് സൗമ്യച്ച് കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോയി കാണട്ടോ. അങ്ങനെയുണ്ടല്ലേ ഷോളും ഇതൊക്കെ ചെയ്ത് നമുക്ക് ഡ്രസ്സ് ചെയ്തത് നമ്മുടെ അനീഷേട്ടനും മേക്കപ്പ് ചെയ്തത് നമ്മുടെ സൗമ്യച്ചാണ്. നിങ്ങൾക്കറിയാം ഞാൻ ഇടുന്ന വീഡിയോസിലൊക്കെ ഇവരെ ഞാൻ ചെയ്യാറുള്ളതെന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. ബൈ, ഞാൻ എന്തായാലും പോട്ടെ പരിപാടിക്ക്. ഞാനൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നമ്മുടെ കമ്മൽ ഗാത്ര എന്ന് പറഞ്ഞിട്ട് എൻജോയ് ഫെസ്റ്റിവൽ ഗാത്രയിലത്തെ ദീപി സിസ്റ്റർ നടന്നുള്ള കമ്മലാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് പറയാൻ വിട്ടുപോയി. ഞാൻ പോട്ടെ, നമുക്ക് നോറേജ് വരുന്നുണ്ട്. നോറേജിനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇനി പോകണമെങ്കിൽ. അപ്പം ഇനി പോയിട്ട് കാണാം. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ കാറിൽ കയറിയിട്ട് റെന്റ് റീൽ എടുക്കാൻ പോവാണ് ഗൈസ് നമ്മൾ. കാരണം ഞാൻ കാണാൻ എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾ പറ. ചിലർ പറഞ്ഞത് ഞാൻ മൈൻഡില്ല, ഞാൻ കാണാൻ ഭംഗിയില്ലെന്ന്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താന്ന് വെച്ചാ നിങ്ങള് ഇവിടെ നേരിട്ട് വന്ന് കണ്ടു നോക്കുമ്പോ മനസ്സിലാവും അത്യാവശ്യം ഭംഗിയുണ്ട്. എന്നാ ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് നേരിട്ട് കണ്ടവർക്ക് അറിയാതെ, ഈ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇതിന്റെ ലുക്ക് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ ഓറായിപ്പോ. അതുകൊണ്ടാണ് ഒരുപാട് ലിപ്സ്റ്റിക് ബ്ലഷ് എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ. അത് മേക്കപ്പിനെ കുറിച്ച് അറിയാത്തവര് സംസാരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ആവും. കാണുമ്പോഴല്ല, മേക്കപ്പിനെ കുറിച്ച് അറിയാത്ത ആൾക്കാര് ഇട്ടോ ഇട്ടില്ലേന്നല്ല ഞാൻ പറയണത്. എന്നെ നന്നായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മേക്കപ്പ്. അടിപൊളി മേക്കപ്പ്, വെരി 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 ബ്യൂട്ടിഫുൾ മേക്കപ്പ്. മേക്കപ്പ് നിനക്ക് ചേരൂല, പിന്നെ എന്തിനാണ് അത് ഇടുന്നത്? അത് ചേരുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ നിനക്ക് തീരെ ചേരൂല. അതുകൊണ്ടാ പറയണത്. ഇത് നല്ല മേക്കപ്പ് ആയിട്ടില്ലേ? അല്ല, ഇത് കേട്ട ആൾക്കാർ പറയട്ടെ. ആൾക്കാരോട് നീ ചോദിക്കും മേക്കപ്പ് നിനക്ക് ചേരൂല്ലേ എന്നുള്ളത്. മേക്കപ്പ് എനിക്ക് ചേരൂ ഗൈസ്, അത് പറയണേ. മതി, ശരി, ബൈ. ഞാൻ അവിടെ എത്തിയിട്ട് നോളജിനെത്തിട്ട് കാണാം. ഓക്കെ, ബൈ ഗൈസ്. അവിടെ നിന്ന് ജയച്ചേട്ടനോട് സൊറ പറയുന്നതാണ് നോറ മസ്കാൻ. ഇങ്ങോട്ട് വരുന്ന കാണാനില്ല. എന്തോ സാരി കൊടുത്തിട്ട് പ്രായത്തിനെ പോലെ വരുന്നുണ്ട്. പുതുമഴയായി വരുമ്പോ പാടാട്ടെ, വരട്ടെ. എന്തത് അങ്ങനെ നമ്മുടെ പ്രേതം കയറിയിരിക്കുന്ന കാറിൽ വെള്ളക്കിട്ട് വന്നേക്കുക. എന്തൊക്കെയോ ബൊക്കെയൊക്കെ കയ്യിലുണ്ട് കേട്ടോ. നോർമോൾ അങ്ങനെ എന്തായാലും ബൊക്കൊക്കെ കൊണ്ടേ വരൂ. വെള്ള രസമുണ്ട് കാണാൻ. ജയചേട്ടനെ പറഞ്ഞു വിട്ടു. ജയചേട്ടൻ ഇപ്പൊ തന്നെ പോയി. ഞാൻ ഇവിടെ ജയചേട്ടൻ കട പോണേ കൊച്ചി വരെ പോകണ്ടോ? ആ, എന്തായാലും നമ്മള് പോട്ടെ. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം അല്ലേ. കോഴിക്കോട് നിന്ന് വന്നതാ തൃശ്ശൂർക്ക്. ഇനി നമ്മള് പോട്ടെ. അതെ, ഇനി അടുത്തത് അങ്ങോട്ട് നോക്കിക്കോളൂ. ചിരിച്ചോ ഓക്കെ. വന്നിട്ടുണ്ട്. ഏത് കോയിലാ? ഞാൻ ഓണായിരുന്നു. ഞാൻ ചോദിക്കണ്ടായിരുന്നു. നീയാണ് ഓണായിരുന്നു. എല്ലാരോടും ഞാൻ പറയാം. എനിക്ക് തോന്നുന്നത് ഫസ്റ്റില് രതീഷേട്ടൻ പോയിണ്ടായിരുന്നു. രതീഷേട്ടൻ ജയിക്കാൻ തോന്നുന്നുണ്ട്. അതെ, രതീഷേട്ടൻ അടിപൊളി പ്ലെയർ ആയിരുന്നു. അവന് കൊടുത്തത് ഗൈസ്, അവന് ദാരിദ്ര്യം എന്ന് പറഞ്ഞതിനുള്ള ദൈവം കൊടുത്തു. നീ പറയാം, എന്റെ രതീഷേട്ടന്റെ സപ്പോർട്ട് ഫുള്ള് പിആറാ. ആഫ്റ്റർ ലോങ് ടൈം തൃശ്ശൂരിൽ നിന്നും നമ്മുടെ തൃശ്ശൂരിന്റെ മുത്തായ രതീഷേട്ടൻ വന്നിരിക്കുകയാണ് ഗൈസ്. അതെ, പറയൂ, എന്താണ് നിങ്ങക്ക് പറയാത്തെ? ഞാൻ 50 ലക്ഷം. എന്റെ പിആറല്ല നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നേ? അല്ലേ, സത്യം പറ, എന്റെ പിആറല്ലേ നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്ന അന്ന്?
നോർമൽ പിസ്സ കഴിച്ച് തളർന്നിരിക്കാണ് guys. അതെ എന്റെ വാവ രതീഷേട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു രതീഷേട്ടൻ സത്യത്തില്. രതീഷേട്ടൻ ആവാണ്ടൊന്നും നിന്നതാ, അങ്ങനെ ആയിപ്പോയി. കുഴപ്പമില്ല, തളരരുത് രാമൻകുട്ടി, തളരരുത്. ജയ് മാഡം. നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫുഡ് കഴിച്ചോടെ മാഡം? ഞാൻ എന്റെ പേര് നന്ദനക്കുയിൽ എന്നാണ്. നമ്മളിത് വെറുതെ വ്ളോഗ് എടുത്തോണ്ടിരിക്കുക. നോറ മാഡം ഇന്റർവ്യൂ തരും, എനിക്ക് ഇന്റർവ്യൂ തരും മാഡം. മയില എന്താണ് മാഡം കഴിച്ചോണ്ടിരിക്കുന്നത്? എന്താണ് മാഡം കഴിച്ചോണ്ടിരിക്കുന്നത്? എന്താണ് മാഡത്തിന്റെ ഡ്രസ്സിന്റെ ഔട്ട്ഫിറ്റ് റേറ്റ് ഒന്ന് പറയും മാഡം? പറയും മാഡം. അയ്യോ പെയ്തുകൊള്ളാൻ ആരോട് സംസാരിക്കും? ആ പണ്ട് മുതലേ അങ്ങനെയാ, ബിഗ് ബോസിലും അങ്ങനെയായിരുന്നു. ഓ എങ്ങനെ സഹിക്കുന്നു മക്കളെ? ജയച്ചേട്ടൻ എങ്ങനെ സഹിക്കണോന്ന്? എന്താണ് ശല്യം? പോ ശല്യം. പിന്നെ വാ, ഫോണോ അതിനാ പറഞ്ഞിക്കണേ. ഇവിടെ നല്ല രസം എടുത്തോ, വീഡിയോയില് വേണം. ഹായ്, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ചെലവെവിടെ? ടൈസ്. ഞാൻ മനുഷ്യനെ പറയാം, ഞാൻ എന്തായാലും സുന്ദരി എന്ന് പറഞ്ഞു വയ്യ. ഞാൻ സുന്ദരി എന്ന് മനുഷ്യനെ കൊണ്ട് 100 വട്ടം പറയിപ്പിക്കുക. അല്ലല്ല, അങ്ങനെ കിട്ടുള്ളൂ തോട്ടാ. ശരണി ചുമ്മാ നേരം പോയി ലിപ്സ്റ്റിക് ഒക്കെ ആക്കി കല്യാണം കഴിപ്പിക്കാറായി. അത് മതി, എന്റെ സൗന്ദര്യം കൂടിയത്. എനിക്ക് ഒന്നുകൂടി പറയാണ്ടോ? അല്ലെ സൗന്ദര്യം കൂടി ഇത് പറയാണ്ടോ? ജോസ് ഒരു നേരത്തെ ആഹാരം ജോസിന് മേടിച്ചത് ഇത്ര പ്രതീക്ഷിച്ചില്ല. എന്താ ഇവിടെ? അതിനുശേഷം മുന്നേ ലക്ഷ്മി പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊക്കെയാണ് നമ്മളെ മൈൻഡിൽ വരുന്നുണ്ടാവുക. അതിങ്ങനെ ഒരു കാര്യം ഉണ്ടാവും. അപ്പം എല്ലാ ആൾക്കാരും തിരിച്ചു വന്നിട്ട് അത്രയും ഒരു സ്മിബായുടെ പുറം കാണിച്ചു തരാം. വാവ്, അമേസിങ്. ഷർട്ട് ഇട്ട് വന്നിട്ട് പുറത്ത് ആര് കാണാനാ മോളെ? ആര് കാണാനായിരുന്നു? കാണിക്കാൻ വേണ്ടിട്ടല്ല, പിന്നെ ആരെ കാണാനാ? ഇതിപ്പോ മൊത്തം പറഞ്ഞിട്ട് പോയാ മതി. പിന്നെ എവിടെ ടാറ്റു അടിച്ചാണേ? ഒന്ന് വെറുതെ കളിക്കല്ലേ. കുറെ നാളായി നമ്മള് കണ്ടിട്ട്, കുറെ നാളായി നന്ദനയുടെ വ്ളോഗിൽ ഞാൻ കേറിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ പിശാശിങ്ങളെ നിങ്ങൾ എങ്ങനെ സഹിക്കുന്നു എനിക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലാവുന്നില്ല ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് എന്റെ വ്ളോഗിൽ കൊന്നു. നോറമോൾ കഷ്ടപ്പെട്ട് കൊടുത്തതാണ്. എന്റെ വണ്ടിയിൽ വെക്കും. ഇത് നമ്മുടെ വേറെ സാധനം. തുറന്ന് ഓപ്പൺ ആക്കിയോ? ഈ കാർ തുറക്കാൻ ഒരാളുടെ കഷ്ടപ്പാടാണ് ഗൈസ്. അയ്യോ കണ്ടോ, ഇതാണ് പ്രശ്നം. അപ്പൊ മോളെ പോട്ടെ ബൈ. അല്ല ബൈ പറഞ്ഞോ, വീഡിയോക്ക് ബൈ പറഞ്ഞോ? ബൈ ഗൈസ്, ബൈ. ഗൈസ് അങ്ങനെ നമ്മളിത് പരിപാടിയൊക്കെ കഴിഞ്ഞു. അല്ല നോർമോൾ ക്ഷീണായി. നോർമോൾക്ക് ഈ വെള്ളം കുടിച്ചാൽ നമുക്കൊരു ഉഷാറ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറ നോറ, ഷെയർ, ബൈ. ബെല്ലൈക്കൺ അടിച്ചമർത്തി പിടിക്കണേ. ബൈ.